വാസ്തുവും ഫെങ്ഷുയും പ്രകാരം നമ്മുടെ വീടും ചുറ്റുപാടുകളും എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഹൈറ്റായിട്ട് സൗത്ത് വെസ്റ്റ് കോർണർ ചെയ്യണം. അപ്പോൾ നമുക്ക് എവിടെ എന്ത് ചെയ്യാം? സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് നല്ല ഗാർഡനിൽ നല്ല റോക്കുകൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല പെബിൾസ് ഇട്ട് സൗത്ത് വെസ്റ്റ് ഭാഗം ഒന്ന് ഹൈറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും നല്ല പ്ലാന്റുകൾ കൊണ്ട് നിറയ്ക്കാം. ഈസ്റ്റിൽ പ്ലാന്റ് വെക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് പരമായിട്ട് മെച്ചം ഉണ്ടാവും, സൗത്ത് ഈസ്റ്റിലാണെങ്കിലോ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. ഇനി അടുത്തത് വരുന്നത് സൗത്ത് ഭാഗമാണ്. സൗത്തിലാണെങ്കിൽ നമുക്ക് പ്ലാന്റുകൾ വെക്കാം. അതിനോടൊപ്പം തന്നെ ലിവിംഗ് റൂമിന്റെ സൗത്തിൽ നമുക്ക് നല്ലൊരു ഫീനിക്സ് ബെഡ് ചിത്രവും വെക്കാവുന്നതാണ്. ഇനി പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു 7 റോഡിന്റെ വിൻചിം ഉപയോഗിക്കാം. അതുപോലെ നോർത്ത് വെസ്റ്റിലാണെങ്കിലോ ഒരു 6 റോഡിന്റെ വിൻചിം ഉപയോഗിക്കാം. ഇനി നമുക്ക് വരുന്ന അടുത്തൊരു ഡയറക്ഷൻ ഏതാണ്? നോർത്താണ്. നോർത്ത് ഭാഗത്ത് നല്ലൊരു മൂവിംഗ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്. അതേപോലെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെടികളോ ചെടിച്ചട്ടികളോ ഒന്നും വേണ്ട. ആ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികളോ ചെടികളോ മരങ്ങളോ പാടില്ല. അവിടെ ഫ്രീ ആക്കി ഇടുക. ആ ഭാഗത്ത് കിണർ വരികയോ ജലാശയങ്ങൾ വരികയോ ചെയ്യുന്നെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്.